എല്ലാ പോളിംഗ് ബൂത്തിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നതിന്റെ വിവരങ്ങളാണ് വിവിധയിടങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വി അരുണിനൊപ്പം ഒരു പ്രധാന സ്ഥാനാർത്ഥി കൂടി ഉണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുണിലേക്ക് ഏതാണ്ട് ബൂത്തുകളിലൊക്കെ പോയിട്ടുണ്ടോ? മിക്കവാറും എല്ലാ ബൂത്തിനും കുറച്ചും കൂടെ ബാക്കിയുള്ളൂ. വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തിരഞ്ഞെടുപ്പ് പോകുന്നുണ്ടോ? അതെ, വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് ഒരുപാട് ആളുകൾ എന്നോട് വിളിച്ച് പറഞ്ഞു ഭയങ്കര നല്ലതായിട്ട് വോട്ട് ചെയ്തു, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. നമ്പർ ഓഫ് ബൂത്ത്സ് കൂടി, പിന്നെ നല്ല സംവിധാനങ്ങളൊക്കെയാണ് ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഭയങ്കര വാശിയുണ്ടായിട്ടും ഇങ്ങനെ ഒരു സമാധാനമായിട്ട് പോകുന്നതിന് ഒരു നല്ല കാര്യമുണ്ട്. വാശിയോ? 3 പാർട്ടികൾക്കും അങ്ങറ്റം വാശിയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങി. എന്നിട്ടും അത് ബൂത്തുകളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പോയിരുന്നു. ഒരു വാശിയില്ലായിരുന്നു. ആര് പറഞ്ഞു വാശിയുണ്ടെന്ന്? ഞങ്ങൾ വളരെ സുഹൃത്തുക്കളെ പോലെയായിരുന്നു കാണുമ്പോഴും ഒക്കെ. അങ്ങനെ വാശി ഉണ്ടെങ്കിൽ നമുക്ക് വർക്കും ആ രീതിയിൽ വരുവുള്ളൂ. അല്ല, വാശി എന്ന് പറഞ്ഞു. നമ്മൾ വാശി ഏറിയ മത്സരം എന്നൊക്കെ മാധ്യമങ്ങൾ പറയുമെങ്കിലും അതങ്ങനെ വാശിയുടെ ഒന്നും കാര്യമല്ല. പക്ഷെ അതൊരു നല്ലൊരു മത്സരമായിരുന്നു. കാരണം നല്ല കാൻഡിഡേറ്റ്സ്, എന്റെ എതിരാളികൾ രണ്ടുപേരും നല്ല കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഒരു രസമായിരുന്നു അത്. വിജയപ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. ഇനി ബാക്കി ബൂത്തുകളിലൊക്കെ പോട്ടെ, സമയങ്ങളാണ്. അതുകൊണ്ടാണ് വിജയപ്രതീക്ഷ. നല്ല കാൻഡിഡേറ്റ്സ് എതിര് വരുമ്പോൾ നമുക്ക് വിജയിക്കും ഒരു പ്രത്യേക മാധുര്യമല്ലേ. താങ്ക് യു. തീർച്ചയായിട്ടും ഓൾ ദ ബെസ്റ്റ്. ഏതായാലും വട്ടിയൂർക്കാവിലെ BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി ആശയിലേക്കാണ് പ്രതികരിച്ചത്. വലിയ പ്രതീക്ഷ അവർക്ക് ഇപ്പോഴും ഉണ്ട്. ശക്തമായ മത്സരമായിരുന്നു അവർ പറയുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള വാശിയോ അങ്ങനെയൊന്നുമുള്ള മത്സരമല്ല. മികച്ച 2 എതിർ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലും ഈ വലിയ പ്രതീക്ഷ തന്നെയാണ് BJPക്ക് വട്ടിയൂർക്കാവ് മണ്ഡലത്തെ സംബന്ധിച്ചുള്ളത്. 73% ആകുന്നു അനൌദ്യോഗിക കണക്കിൽ വട്ടിയൂർക്കാവിലെ പോളിംഗ്. ഒരുപക്ഷെ അത് 75-ന് മുകളിലേക്ക് 80-നടുപ്പിച്ചൊക്കെ എത്താം. സംസ്ഥാനത്തെ ആകെ വോട്ടിംഗ് ശതമാനവും ഒരുപക്ഷെ 80 കടന്നേക്കാം. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പ്രതീക്ഷ. 85% വോട്ടിംഗ് ശതമാനത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. കാരണം SCRന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. വിപുലമായ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. ആളുകളെ പരമാവധി ബൂത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് 80-ന് മുകളിലേക്ക് 2 തവണ മാത്രമാണ് സംസ്ഥാന ചരിത്രത്തിൽ 80% മുകളിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നത്. 87-ലും 62-ലും ആ ഗണത്തിലേക്ക് ഇത്തവണയും പോകുമെന്ന പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവയ്ക്കുന്നത്. ഞാനുള്ളത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ സെന്റ് ഗോരേറ്റീസ് സ്കൂളിലാണ്. 4-ാഞ്ചിറ സെന്റ് ഗോരേറ്റീസ് സ്കൂൾ. ഇവിടെയുള്ള ബൂത്തുകളിലൊക്കെ ഇപ്പോഴും വലിയൊരു തിരക്ക് എന്ന് പറയാൻ കഴിയുമെങ്കിൽ പോലും ആളുകൾ വന്നു പോകുന്നുണ്ട്. കാലാവസ്ഥ ഈ അവസാന മണിക്കൂർ ചെറിയ പ്രതികൂലമാകുമോ എന്ന ആശങ്കയുണ്ട്. മഴക്കോളുണ്ട്. ഏതായാലും അത് മാറ്റി നിർത്തിയാൽ ആളുകൾ ഏതാണ്ട് നല്ല രീതിയിൽ ആളുകൾ ഈ വട്ടിയൂർക്കാവ് പോലുള്ള മണ്ഡലങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട ത്രികോണ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, അതുപോലെ തന്നെ നേമം മണ്ഡലങ്ങളിൽ നല്ല പോളിംഗ് ആണ്. വളരെ മികച്ച പോളിംഗിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അരുവിക്കരയിലും ശക്തമായ പോളിംഗ് ഉണ്ട്. വർക്കല പോലുള്ള ചില മണ്ഡലങ്ങളിലാണ് പോളിംഗ് ശതമാനം ചെറിയൊരു കുറവ് വന്നിരിക്കുന്നത്. പക്ഷേ 2020 താരതമ്യം ചെയ്യുമ്പോൾ എല്ലായിടത്തും പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്കൂട്ടൽ. ഇനിയുള്ള 52 മിനിറ്റ് കൂടി ആ രീതിയിൽ ആളുകൾ ബൂത്തിലേക്ക് എത്തിയാൽ പക്ഷേ സംസ്ഥാന തലത്തിൽ ഏറ്റവും വലിയൊരു പോളിംഗ് ശതമാനത്തിലേക്ക് ഇത് കടന്നാലും അത്ഭുതപ്പെടാനില്ല. ചിലയിടങ്ങളിലൊക്കെ ഈ തർക്കങ്ങൾ വരുന്നുണ്ട്. കള്ളവോട്ട് ആരോപണങ്ങളുമൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു ക്രമസമാധാന പ്രശ്നമോ അല്ലെങ്കിൽ സംഘർഷമോ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ ഒന്നും ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുക. വീറും വാശിയുമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷേ അതൊന്നും ബൂത്തിൽ ആളുകളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിൽ കാര്യമായ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ പോളിംഗ് ശതമാനം ഏറ്റവും അവസാനം വന്നതനുസരിച്ചും 62% ആകെ സംസ്ഥാനത്തെ കണക്ക്. അത് ഒരുപക്ഷെ ഈ മണിക്കൂറിൽ 3:30-ക്കാണ് അവസാനം അപ്ഡേറ്റ് ചെയ്തത്. അടുത്ത കണക്ക് വരാൻ സമയമാകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് അല്പസമയത്തിന് കണക്ക് 5 മണി കാത്തിരിക്കുകയാണ്. അരുൺ, ഇപ്പോൾ വിതുരയിൽ നിന്നൊക്കെ ഡാൻ കുര്യന്റെയൊക്കെ റിപ്പോർട്ട് വരുമ്പോൾ അവിടെയും മന്ദഗതിയിലാണ് ഇപ്പോഴും പോളിംഗ് എന്ന് പറയുന്നു. നമുക്കറിയാം അവസാനത്തെ 1 മണിക്കൂറാണ്. സാധാരണ നിലയിൽ ഈ സമയത്ത് വലിയ തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെടാറുണ്ട്. പക്ഷേ അതുണ്ടാകുന്നില്ല എന്നതൊരു പൊതു ട്രെൻഡാണോ? രാവിലെ തന്നെ വന്ന് അല്ലെങ്കിൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വന്ന് ആളുകൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരിക്കുകയാണോ? ഇനി വലിയ അത്ഭുതങ്ങളോ വലിയ ഒരു നേരത്തെ രത്തൻ യു ഖേൽക്കർ തന്നെ പറഞ്ഞത് 90%-ലേക്കൊക്കെ പോളിംഗ് ചിലപ്പോൾ പോകും എന്നൊരു സൂചന നൽകിയിരുന്നു. അതിനുള്ള സാധ്യത കുറഞ്ഞു വരികയാണോ ഈ അവസാന മണിക്കൂറിൽ? 90% ഒരു എത്താനുള്ള സാധ്യത കുറവാണ്. അതൊരു പക്ഷേ അതിന്റെ പ്രതീക്ഷയാകാം. 80% തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ലക്ഷ്യമിട്ട ഒരു പോളിംഗ് ശതമാനം. അവിടേക്കും എത്താൻ സാധ്യത കുറവാണ്. എങ്കിലും 80-നോട് അടുത്തേക്ക് എത്തിയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഈ നേരത്തെ ഡാൻ കുര്യൻ സൂചിപ്പിച്ച പോലെ ആ ഭാഗത്തെയൊക്കെ വാമനപുരം മണ്ഡലത്തേക്ക് 64% 3-ലേക്ക് തന്നെ ആയിരിക്കുന്നു. അതായത് 1.5 മണിക്കൂർ ബാക്കിയുള്ളപ്പോൾ വന്ന കണക്കുകൾ തന്നെ 64% പോളിംഗ് അവിടെ 63.39 വാമനപുരം. വിതുരയൊക്കെ വാമനപുരം മണ്ഡലത്തിൽപ്പെടുന്ന പ്രദേശങ്ങൾ
മണ്ഡലങ്ങളാണ് വിവിധയിലേറിയ ഭാഗം വരുന്നത്. വിവിധയൊക്കെ ആ രീതിയിൽ അവിടെയൊക്കെ 64% തന്നെ പോളിംഗ് വന്നിട്ടുണ്ട്. അരുവിക്കരയിൽ 64-49% പോളിംഗ് അവിടെയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതുമൊക്കെ 75-ന് മുകളിൽ 75-80 ഇടയിലൊക്കെ പോളിംഗ് ശതമാനം വരാൻ തന്നെയാണ് സാധ്യത. ആളുകൾ രാവിലെ വലിയ രീതിയിൽ ബൂത്തുകളിലേക്ക് വന്നു. പിന്നീട് വെയിൽ കനത്തോടുകൂടി ആളുകളുടെ വരവ് ഒന്ന് കുറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പലയിടങ്ങളിലും ആളുകൾ വലിയൊരു ക്യൂ ഇല്ലെങ്കിൽ പോലും രാവിലെ വന്നതിന്റെ തുടർച്ചയായി ബൂത്തുകളിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പൊതുവിൽ വർക്കലയിൽ മാത്രമാണ് 3 വർക്കലയിലും ആറ്റിങ്ങലിലും ചിറയൻകീഴുമാണ് 60-ൽ താഴെയുള്ള മണ്ഡലങ്ങൾ. പിന്നീട് കോവളത്താണ്. കോവളത്ത് സാധാരണ ആ വിധത്തിലുള്ള പോളിംഗ് ആണ് സാധാരണ ഉണ്ടാകാറുള്ളത്. ബാക്കി എല്ലായിടത്തും 60-ന് മുകളിൽ തിരുവനന്തപുരത്ത് പോളിംഗ് ശതമാനം ഉയർന്നിരുന്നു. ഈ 5 മണിയിലെ കണക്ക് വരുമ്പോൾ സ്വാഭാവികമായും അത് 70 പിന്നിട്ട് 75-ന് അടുപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ 80-നടുത്തേക്ക് എത്തുന്ന തരത്തിലേക്ക് ജില്ലയിലെ പോളിംഗ് ശതമാനം ആകെ മാറാൻ സാധ്യതയുണ്ട്. സംസ്ഥാന തലത്തിലും ഏതാണ്ട് 75-ന് മുകളിലേക്ക് 74 ആണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. 75-നും 80-നും ഇടയിലേക്ക് എത്താൻ ഉള്ള സാധ്യത തന്നെയുള്ളത്. ഒരുപക്ഷെ അവസാന മണിക്കൂർ വലിയ തിരക്കൊക്കെ ഉണ്ടായാൽ ഒരുപക്ഷെ അത് 80-ലേക്ക് പോയാലും അത്ഭുതപ്പെടാൻ. ഇപ്പോഴും ഈ ബൂത്ത് വലിയൊരു ക്യാമ്പസാണ്. അതുകൊണ്ട് തന്നെ പല ബൂത്തുകളിലായി ഇവിടെ ആളുകൾ എത്തുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ 5 ബൂത്തുകളാണ് ഉള്ളത്. ഈ എല്ലായിടത്തും ചെറിയ രീതിയിലെങ്കിലും ആളുകളുണ്ട്. തൊട്ടപ്പുറത്തേക്ക് ബൂത്തുകളിലും നന്നായി ആളുകൾ എത്തുന്നുണ്ട്. ഒരു വലിയൊരു ക്യൂ അല്ലെങ്കിൽ അത്ര വലിയൊരു തിരക്കം ഉണ്ടാകുന്നത് മാത്രം. ഇപ്പോഴും കൂടുതൽ ആളുകൾ ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. ഒരു മഴ കോളുകൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ ആളുകൾ കുറച്ചുകൂടി വേഗത്തിൽ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയേക്കാം. അങ്ങനെയെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളാണ് നഗരത്തിൽ പൊതുവെ. ഇത് വട്ടിയൂർക്കാവ് മണ്ഡലമാണ്. മറ്റു മണ്ഡലങ്ങളിലും സ്വാഭാവികം ഇത്തരം ഒരു തിരക്കുണ്ടെങ്കിൽ അതൊരുപക്ഷെ പോളിംഗ് ശതമാനത്തിന്റെ ഉയർച്ചയിലേക്ക് തന്നെ പോകും. ആ രീതിയിലുള്ള ക്രമീകരണം SAR-മായി ബന്ധപ്പെട്ട വലിയ ആശങ്കകൾ പൊതുവിൽ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നതാണ്. വോട്ട് ചെയ്യാൻ കഴിയാതെ പോകുമോ എന്ന ആശങ്ക. പതിവിൽ കവിഞ്ഞ് വോട്ട് ചെയ്യാൻ ആളുകൾ താല്പര്യമെടുത്തു. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടാൻ താല്പര്യമെടുത്തു. വോട്ടർ പട്ടികയിൽ പുറത്തു പോയാൽ പിന്നീട് പൌരത്വത്തെ പോലും ബാധിക്കുമെന്ന പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. അത്തരം ആശങ്കകളൊക്കെ പലർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ വോട്ട് ചെയ്യാൻ എത്തും. അതുകൂടിയാകാം ഇത്തവണ ഈ പോളിംഗ് ശതമാനം കൂടിയതിന് കാരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കോവിഡ് പശ്ചാത്തലം കൂടിയാണ്. അല്ലെങ്കിലും ഈ പോളിംഗ് ശതമാനം ഉയരാനുള്ള കാരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് SIR പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയിരിക്കാം. SIR-ിലൂടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് പോയാൽ അത് പിന്നീട് പൌരത്വത്തെ ബാധിക്കുമോ എന്നതിൽ ആശങ്ക പല ആളുകൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ വോട്ട് നിർബന്ധമായും ചെയ്തിരിക്കണം, പട്ടികയിൽ ഉൾപ്പെടണം, നിർബന്ധമായും ചെയ്തിരിക്കണം എന്നൊരു വാശി, ഒരു കൃത്യമായ നിലപാട് നിരവധി ആളുകൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാകാം ഈ രീതിയിൽ പോളിംഗ് ശതമാനം ഉയർന്നതിലേക്ക് പോകുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ അവകാശപ്പെടുന്നത് പോലെ സർക്കാർ തുടർച്ച ആഗ്രഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സർക്കാരിന് മാറ്റം ആഗ്രഹിച്ചുകൊണ്ടോ മാത്രമാകില്ല. ജനങ്ങൾ അവരുടെ നിലനിൽപ്പ് കൂടി കണ്ടുകൊണ്ട് ഒരു വോട്ട് ചെയ്യാൻ ഇറങ്ങിയത് കൂടിയാകാം ഇത്തരമൊരു വോട്ടിംഗ് ശതമാനം ഉയരാൻ അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡിലേക്ക് കാര്യങ്ങൾ പോകാൻ കാരണം. ഇത് ആർക്ക് അനുകൂലമാകും ആർക്ക് പ്രതികൂലമാകുമെന്നൊക്കെ വോട്ടെണ്ണുമ്പോൾ മാത്രം അറിയാൻ കഴിയും. ഏതായാലും ജനങ്ങൾ ജനാധിപത്യ സംവിധാനത്തോട് മുഖം തിരിക്കുകയല്ല, മറിച്ച് കൂടുതൽ താല്പര്യത്തോടുകൂടി വോട്ട് ചെയ്യാൻ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചെറുതായി മഴ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാകുന്നു. പക്ഷേ ഏതാണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ അവരുടെയൊക്കെ ഉറപ്പായ വോട്ടർമാരെയൊക്കെ അവരുടെയൊക്കെ ബൂത്തുകളിൽ എത്തിച്ചിരിക്കാം. ബാക്കിയുള്ള ആളുകൾ ഈ വെയിലൊന്ന് മാറാൻ കാത്തിരുന്ന ആളുകളാകാം ഇനി ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ഇപ്പോഴും ആളുകൾ ഇവിടെ വരുന്നുണ്ട്. പൂർണ്ണമായും തിരക്കില്ലെങ്കിൽ പോലും ആളുകൾ ബൂത്തുകളിലേക്ക് വോട്ട് എന്തായാലും ചൂട് സഹിക്കാൻ വയ്യാതെ കൂളിംഗ് ഗ്ലാസ് വെച്ച് റിപ്പോർട്ട് ചെയ്ത VV അരുൺ ആണ്. ഇപ്പോൾ എന്തായാലും അവിടെ മഴ പൊടിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത്. അതുപോലെ ചൂട് മാറാൻ കാത്തിരുന്നവരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുട പിടിച്ച് പോയി വോട്ട് ചെയ്യേണ്ടുന്ന സാഹചര്യമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളതെന്ന് സൂചിപ്പിക്കുന്നു. അവിടെ ചെറുതായി മഴ പൊടിച്ചു തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ശക്തമായ ചൂടായിരുന്നു. ഇപ്പോൾ എന്തായാലും മഴയാണ്. 23 ദിവസം ചൂട് പിടിച്ച പ്രചരണമാണ് സംസ്ഥാനത്ത് നടന്നത്. അതിനൊടുവിൽ വോട്ടെടുപ്പ് ദിവസം ഇപ്പോൾ അവസാന മണിക്കൂറിൽ മഴ പെയ്യാൻ പോകുന്നു എന്ന് VV അരുൺ പറയുന്നു. എന്തായാലും ഇനിയും വോട്ടർമാരുണ്ടെങ്കിൽ അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക, വോട്ട് രേഖപ്പെടുത്തുക. ആദ്യ മണിക്കൂർ മുതൽ തന്നെ വലിയ ശക്തമായ പോളിംഗ് ആണ് സംസ്ഥാനത്തുടനീളം നമ്മൾ കണ്ടത്. തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ അരുൺ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. അവിടെയും സ്ത്രീ വോട്ടർമാരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ സ്ത്രീ വോട്ടർമാർ ജനാധിപത്യ പ്രക്രിയയിൽ ആ രീതിയിൽ പങ്കെടുക്കുന്നു എന്നതിന്റെ കൂടി ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 80% കടക്കും സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം എന്നതിന്റെ സൂചനകൾ കൂടി വരികയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.